ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് മഞ്ഞളുണ്ട്. അപ്പോൾ നമ്മൾ ആ മഞ്ഞളൊന്ന് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മഴ പെയ്യുമ്പോൾ മഞ്ഞൾ പറിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഏകദേശം 5 വാരത്തോളം നമ്മുടെ മഞ്ഞളുണ്ട്. നമ്മൾ ഇന്നൊരു വാരം നമ്മൾ പറിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് പറിക്കാൻ പോയാലോ? ആയോ. ഇന്നലെ ഞാനൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണോട്ടോ. അപ്പോൾ നമ്മളത് മഞ്ഞൾ നട്ടേന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കളയ്ക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. മഞ്ഞളുടെ ഒരു കട നമ്മൾ ഇളക്കി നോക്കുകയാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം കേട്ടോ നമ്മൾ മഞ്ഞൾ നടാനായിട്ട്. നമ്മൾ നട്ടേതിൻ്റെ നമ്മളിവിടെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തായിട്ടാണ് നമ്മൾ നട്ടേക്കണത്. നമ്മൾ നടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വാരം കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ മഞ്ഞൾ നടുക. മഞ്ഞൾ കിട്ടിയിട്ടാണ് നമുക്ക് മഞ്ഞൾ നടുന്ന സമയത്ത് നമ്മൾ ചാരും പച്ചിലകളൊക്കെയാണ് വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറ്. അതിനുശേഷം ഇത് ഒന്ന് പൊന്തി വരുമല്ലോ, മുള പൊട്ടി പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ചാണകവും ഇട്ട് കൊടുക്കും വളമായിട്ട്. ചാണകം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കും. ഏകദേശം ഈ സമയത്തോട് കൂടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ വിളവെടുക്കുക കേട്ടോ. ഇതിൽ കിട്ടും. മഞ്ഞൾ ക്ലീനാക്കാവാ. അപ്പം നമ്മൾ ഏകദേശം ഒരു വാരത്തുള്ളത് മൊത്തം നമ്മളത് പറിച്ചെടുത്തു കൂട്ടാം. ഇനിയുണ്ട് നമുക്കൊരു 3 വാരം കൂടിയും. നമുക്ക് ഇപ്പം മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട്. നമുക്ക് ഏകദേശം നമുക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് മണ്ണൊക്കെ ഒന്ന് കളയാനുണ്ട്. പിന്നെ നമുക്ക് ഒരു ബക്കറ്റ് ചേട്ടിയുണ്ട്. നമ്മൾ വെയിലൊക്കെ നാറിയപ്പോഴേ നമ്മുടെ 2ാമത്തെ വാരത്തിലുള്ള മഞ്ഞൾ പറിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പറിച്ച് തുടങ്ങിയിട്ടുണ്ട് ബെസ്റ്റീൻ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത്. നമ്മൾ വലിയ കടയാന്ന് വെച്ചിട്ട് നമ്മൾ കളിച്ച് നോക്കിയതാണ്. പക്ഷെ അത് കെട്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 3ാമത്തെ സ്ഥലത്ത് നമ്മൾ മൊത്തം പറിച്ചു കൂട്ടാം. നമ്മുടെ 4ാമത്തെ സ്ഥലമാണ്. അവിടുത്തെ പറക്കി വേണ്ട. നമുക്കത് വൈകിട്ട് നമ്മൾ പറിച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ നമ്മൾ അവിടെ കൊണ്ട് വെച്ചു വിടാം. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മഞ്ഞൾ, നമ്മൾ ഈ മഞ്ഞളൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാ. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മണ്ണൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ കടയിൽ നിന്ന് നമുക്ക് മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളയണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഇതൊക്കെയുണ്ട്. നമ്മുടെ മഞ്ഞളിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ തട എന്നാണ് നമ്മുടെ ഇവിടെ പറയാം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ വേരൊക്കെ ഉണ്ടല്ലോ, ഈ വേര് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാം. ഇത് കട്ട് ചെയ്യണതിൽ മാത്രമല്ല, ഇത് നമ്മൾ പുഴുങ്ങാനിടുമല്ലോ. അപ്പോൾ പുഴുങ്ങാനിടുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് വേണം ഇത് ഇടാനായിട്ട്. ഇങ്ങനത്തെ തള്ളക്കടകളൊക്കെ നമ്മൾ പുഴുങ്ങാനിടുമ്പോൾ ഏറ്റവും അടിയിലിടണം. അത് പെട്ടെന്ന് ഇതിന് അത്യാവശ്യം നന്നായിട്ട് വേവുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിതിൻ്റെ പുഴുങ്ങുമ്പോൾ അടിയിലിടണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനി അപ്പോൾ മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നില്ല കേട്ടോ. ഇനിയും വരും 2ാം ഭാഗമായിട്ട്. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ.